ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫ് ആയിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, 9th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.5-ലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ജസ്റ്റ് ഇതിനെ എങ്ങനെ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും വരാനില്ല. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എടുക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതണ്ടേ. 64 raised to 1/2 അല്ലേ? അപ്പോൾ ഇതിനെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മൾ 64നെ നമ്മൾ ഫാക്ടറൈസേഷൻ ചെയ്യും. ഓക്കെ, 64നെ ഫാക്ടറൈസേഷൻ ചെയ്താൽ എന്താ കിട്ടുക? ഫസ്റ്റ് 2 കൊണ്ട് ചെയ്യാം അല്ലേ? 32 ടൈംസ്, എഗെയിൻ 2 കൊണ്ട് ചെയ്യാം. എത്ര? 16 ടൈംസ്, എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 8, എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 4, എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 2, എഗെയിൻ 2 കൊണ്ട് ചെയ്താൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് 64 എന്ന് പറയുന്നത് എത്ര 2 ഉണ്ട് ഇവിടെ? 1 2 3 4 5 6 അല്ലേ? അപ്പോൾ 2 raised to 6 ആണ് 64 അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? 2 raised to 6 whole raised to 1/2 എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു, ഇത് ഇങ്ങനെ ഒരു പവറിൻ്റെ വേറൊരു പവർ വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? ഒരു പവറിൻ്റെ വേറൊരു പവർ വന്നാൽ അതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതെന്തായിട്ട് മാറും? 2 raised to 6 into 1/2. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? 2നും 6നും കട്ട് ചെയ്യാം അല്ലേ? 3 പ്രാവശ്യം പോകും അല്ലേ? 6ൽ 2 3 പ്രാവശ്യം പോകും, 2ൽ 2 1 പ്രാവശ്യം പോകും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടി നമുക്ക്? 2³ ഈസ് ഈക്വൽ ടു 8. ആൻസർ കിട്ടിയില്ല. സിമ്പിൾ അല്ലേ? പ്രത്യേകിച്ച് ഒന്നും തെറ്റാനൊന്നുമില്ല. ഇത് നമുക്ക് എന്ത് ചെയ്യാം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് 32 raised to 1/2. സിമ്പിളാണേ, നമുക്ക് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർക്കാം. 32 raised to 1/5. അപ്പോൾ നമുക്ക് അടുത്തത് 32ൻ്റെ ചെയ്യാം. 32നെ പ്രൈം ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ ഒരു വര ഇട്ട് കൊടുക്കാം, നല്ല സ്ട്രെയിറ്റ് വര നിന്നോട്ട്. ഇത് നമുക്ക് സാധാ വര ഇടാം. ഫസ്റ്റ് ഏതെടുക്കാം? 2 എടുക്കാം. 32ൽ 2 എത്ര പ്രാവശ്യം പോവും? 16 പ്രാവശ്യം. എഗെയിൻ 2 എത്ര പ്രാവശ്യം പോവും? 8 പ്രാവശ്യം. എഗെയിൻ 2 എടുക്കാം, 4 പ്രാവശ്യം. എഗെയിൻ 2 എടുക്കാം, 2 പ്രാവശ്യം. എഗെയിൻ 2 എടുക്കാം, 1 പ്രാവശ്യം. അപ്പോൾ എത്ര 2 ആണ് 32? 1 2 3 4 5 അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു 2 raised to 5 whole raised to 1/5. അപ്പോൾ ഈ പവറിൻ്റെ പവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? പവറിൻ്റെ പവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? 2 raised to 5 into 1/5. അപ്പോൾ 5ഉം 5ഉം ക്യാൻസൽ ആവും, ഇവിടെ 1 വരും. 1 into 1 1 ആണ്. ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 2 കിട്ടി. ഓക്കെ, 2 കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലേ? മൂന്നാമത്തെ ക്വസ്റ്റ്യന് വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യണം. സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്തിട്ട് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എന്തായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? 125 raised to 1/3 അല്ലേ? 125 raised to 1/3 ഇസ് ഈക്വൽ ടു, ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൈം ഫാക്ടറൈസ് ചെയ്യണം അല്ലേ? അപ്പോൾ ഫസ്റ്റ് ഏതെടുക്കാം? 5 എടുക്കാം. 125ൽ എത്ര 5 പോവും? 25. എഗെയിൻ 5 എടുക്കാം, 5 ടൈംസ്. എഗെയിൻ 5 എടുക്കാം, 1 ടൈംസ്. ഇസ് ഈക്വൽ ടു എത്ര പ്രാവശ്യമാണ് 5 വരുന്നത്? 1 2 3 അല്ലേ? അപ്പോൾ 5³ 125 പറഞ്ഞാൽ എത്രയാണ്? 5³ ആണ് 125. 5 സ്ക്വയർ 25 ആണ്, 5³ ആണ് 125. ഓൾ റേസ് ടു 1/3. ഇനി ഇത് നമുക്ക് എന്ത് ചെയ്താം? പവറിൻ്റെ പവർ ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
5 ക്യൂബ് ഇൻറ്റു 1/3. 3യും 3യും ക്യാൻസലായി. ബാക്കി എത്ര ഉള്ളത്? 5. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? മൂന്നാമത്തതിൻ്റെയും ആൻസർ കണ്ടുപിടിച്ചു അല്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമ്മൾ എക്സസൈസ് 1.5ലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ്. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ വളരെ സിമ്പിളാണ്. നമുക്ക് ക്വസ്റ്റ്യൻ എടുത്തതാ. ഒന്നാമത്തെ 9^3/2 അല്ലേ? ഇസ് ഈക്വൽ ടു, നമുക്ക് ഈ 9 എന്ത് എഴുതാം? 9 നമുക്ക് 3 സ്ക്വയർ എഴുതിക്കൂടെ? 3 സ്ക്വയർ എഴുതാം. ഹോൾ റേസ് ടു 3/2. പവറിൻ്റെ പവർ ആകുമ്പോൾ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതാം? 3^2 ഇൻറ്റു 3/2. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസലായി അല്ലേ? ബാക്കി ആരുള്ള ക്യൂബ് ഈസ് ഈക്വൽ ടു 3 ക്യൂബ് ഈസ് ഈക്വൽ ടു 27. സിമ്പിൾ ആൻസർ അല്ലേ? നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 32^2/5. 32^2/5. അപ്പോൾ നമുക്ക് 32ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. എത്ര റേസ് ടു 5 ആണ് 32? നോക്കാം. 32ൽ 16 പ്രാവശ്യം പോവും. എഗെയിൻ 16ൽ 2 8 പ്രാവശ്യം പോവും. എഗെയിൻ 8ൽ 2 4 പ്രാവശ്യം പോവും. എഗെയിൻ 4 2 2 പ്രാവശ്യം പോവും. 2ൽ 2 1 പ്രാവശ്യം. എന്താ ചെയ്തത്? 32ൽ ഏത് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തതാണ്? ഏത് പ്രൈം നമ്പറാണ് പോവുക അതിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? എത്ര 5 ആണ്? 1 2 3 4 5 അല്ലേ? അപ്പോൾ ഈ 30 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 2^5 ഹോൾ റേസ് ടു 2/5 എന്നിട്ട് അല്ലേ? അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്താൽ? പവറിൻ്റെ പവർ ആവും മൾട്ടിപ്ലൈ ചെയ്യാം. 2^5 ഇൻറ്റു, കുറച്ച് വ്യത്യാസപ്പെടുത്തട്ടെ, എഴുതിയത് അത്ര വൃത്തിയില്ല. 2^5 ഇൻറ്റു 2/5 എന്നിട്ട് അല്ലേ? നമുക്ക് ഈ 5ഉം 5ഉം ക്യാൻസൽ ആവും. ബാക്കി എന്താ ഉള്ളത്? 2 സ്ക്വയർ. 2 സ്ക്വയർ എത്ര വരുന്നത്? 4. സിമ്പിൾ അല്ലേ? ഇത് നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതുകയാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. 16^3/4 അല്ലേ? അപ്പോൾ നമുക്കിതിന് എങ്ങനെ എഴുതാം? 16 നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്താൽ 16ൽ 2 8 പ്രാവശ്യം, 8ൽ 2 4 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം, 2ൽ 2 1 പ്രാവശ്യം അല്ലേ? അപ്പോൾ എത്രയാണ് കിട്ടിയത്? 4 2 അല്ല 2^4 ആണ് 16. ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2^4 ഹോൾ റേസ് ടു 3/4. കണ്ടില്ലേ? 4 പ്രാവശ്യം ഈസ് ഈക്വൽ ടു 2^4. ഇതിനെങ്ങനെ എഴുതാം നമുക്ക്? 3/4 അല്ലേ? ഇനി 4ഉം 4ഉം ക്യാൻസലാവും. ബാക്കി എത്രയുള്ള? 2 ക്യൂബ്. 2 ക്യൂബ് എത്രയാണ്? 8. കിട്ടിയില്ലേ മൂന്നാമത്തെ ആൻസർ? ഇത് നമുക്ക് നാലാമത്തെ ആൻസർ കണ്ടെത്താം. സിമ്പിളായി കണ്ടെത്താം. 125 ഹോൾ റേസ് ടു -1/3. അപ്പോൾ ഇതിനെന്താ നമ്മൾ ചെയ്യുക? 125നെ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? 125നെ നമുക്ക് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 125ന് ഏതാ? 5 എടുക്കാം അല്ലേ? 25. വീണ്ടും 5 എടുക്കാം. 5 വീണ്ടും 5 എടുക്കാം. ഒരു പ്രാവശ്യം 5 ക്യൂബാണ് അല്ലേ? ഇസ് ഈക്വൽ ടു 5^3 ഇൻറ്റു -1/3. അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാം? 5 ക്യൂബ് ഇൻറ്റു -1/3. അപ്പോൾ 3യും 3യും ക്യാൻസലായി. ബാക്കി എന്താ ഉള്ളത്? ബാക്കിയുള്ളത് 5^-1. 5^-1 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/5 ആണ് 5^-1. അപ്പോൾ ആൻസർ കിട്ടിയില്ലേ? യെസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ? എക്സസൈസ് 1.5ലെ മൂന്നാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യത്തെ 2 ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. 2^2/3 ഇൻറ്റു 2^1/5. ആക്ച്വലി നമ്മൾ ഇത് ഏത് ഫോമില എന്നുള്ള ആദ്യം ചെക്ക് ചെയ്യുക. ഇതിൻ്റെ ബേസ് സെയിം ആണ് അല്ലേ? എക്സ്പോണൻസ് ആണ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? ഇത് നമുക്ക് ഏത് ഫോമിലാണുള്ളത്? ബേസ് സെയിമും എക്സ്പോണൻസ് ഡിഫറൻസും. അപ്പോൾ ഏത് വരിക? a⁻p ഇൻറ്റു വൃത്തിയില്ല അല്ല എഴുതിയ? വൃത്തിയിൽ എത്തരാം. അതിപ്പോൾ വൃത്തി കുറവാണ്, എന്നാലും കഴിയുന്ന രീതിയിൽ എത്തരാം. ഓക്കെ, a⁻p
പി ഇൻറ്റു എ റേസ് ടു ക്യൂ ഈസ് ഈക്വൽ ടു എന്താ വരിക? എ റേസ് ടു പി പ്ലസ് ക്യൂ. ഈ ഫോമിലല്ലേ? ബേസ് സെയിം ആണ്, അതുപോലെ തന്നെ എക്സ്പോണൻസ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇത് രണ്ടും ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത സ്റ്റെപ്പിൽ ഇത് ആഡ് ചെയ്യാം. ഇസ് ഈക്വൽ ടു എന്താണ്? 2 റേസ് ടു 2/3 പ്ലസ് 1/5. അപ്പോൾ അതെങ്ങനെ വരിക? 2 റേസ് ടു 2/3 പ്ലസ് 1/5 അല്ലേ ഉള്ളത്? അപ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്തെടുക്കാം? നമുക്ക് LCM എടുക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 5 ഈസ് ഈക്വൽ ടു 10 പ്ലസ് 3 × 1 ഈസ് ഈക്വൽ ടു 3. 3 × 5 ഈക്വൽ ടു 15. ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? 2 റേസ് ടു 10 പ്ലസ് 3 13. 13/15. ആൻസർ കിട്ടിയില്ലേ? ഓക്കെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഒന്നുകൂടി എടുത്ത് എഴുതാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി നമുക്ക് എടുത്ത് എഴുതാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഈസ് 1/3 ക്യൂബ് 1/3 ക്യൂബ് ഹോൾ റേസ് ടു 7 അല്ലേ? അപ്പോൾ ഇത് ഹോൾ റേസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്നറിയോ? ഈ 7 രണ്ടിനും ബാധകമാണ്, ഇതിനും ബാധകമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? 1 റേസ് ടു 7 ഡിവൈഡ് ബൈ 3 റേസ് ടു 3 ഇൻറ്റു 7 ഇങ്ങനെ വരും. ഓക്കെ, അതായത് ഇത് എക്സ്പോണൻസ് ആണ്. എക്സ്പോണൻറ്റ് ഇൻറ്റു എക്സ്പോണൻറ്റ് മൾട്ടിപ്ലിക്കേഷൻ വരും അല്ലേ? അപ്പോൾ 1 റേസ് ടു 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 × 1 × 1 × 1 എങ്ങനെ 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 ആയിട്ട് ആൻസർ. 3 റേസ് ടു 3 × 7 മീൻസ് 21 അല്ലേ? 3 റേസ് ടു 21 ഈസ് ഈക്വൽ ടു, നമുക്കിനി എന്ത് ചെയ്യാം? ഇതിനെ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാം അല്ലേ? അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് വരും? 3 റേസ് ടു -21. 3 റേസ് ടു -21. അപ്പോൾ നമുക്ക് എന്ത് ചെയ്ത്? രണ്ടാമത്തെ ആൻസർ കിട്ടി. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 11 റേസ് ടു 1/2 ഡിവൈഡ് ബൈ 11 റേസ് ടു 1/4. ഇത് ഏത് ഫോമിലാണ് ഉള്ളത്? ഈ ഫോം നമ്മൾ പഠിച്ച എന്താണ്? താഴെ മേലെ ഉള്ളത് അല്ലേ? അപ്പോൾ a റേസ് ടു m ഡിവൈഡ് ബൈ a റേസ് ടു n ഈസ് ഈക്വൽ ടു a റേസ് ടു m മൈനസ് n. ഈ m n a ഒക്കെ സാങ്കല്പിക കേട്ടോ. അതായത് പിന്നെ ഇത് രണ്ടും സെയിം ആണെന്നർത്ഥം. ഒരേ ലെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ രണ്ടും സെയിം അല്ലേ? യെസ്. ഇവിടെ എക്സ്പൊണൻസ് ഡിഫറൻസ് ആണ്. അപ്പോൾ എക്സ്പൊണൻസിന് വരെ നമ്മൾ എന്ത് ചെയ്തു? എമ്മും എന്നും കൊടുത്തു. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പിയും ക്യൂവും കൊടുക്കാൻ നോ ഇഷ്യൂസ് അറ്റ് ഓൾ. നമുക്ക് എമ്മും എന്നും കൊടുക്കാം, പിയും ക്യൂവും കൊടുക്കാം. അതൊക്കെ എന്താണ്? സാങ്കല്പികമാണ്. അതായത് ഇത് രണ്ടും സെയിമും ഇത് രണ്ടും ഡിഫറൻറ്റും ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ? ഈ ബേസ് അങ്ങനെ തന്നെ എഴുതിയിട്ട് മേലിൽ m - n ഉള്ള ഫോമിൽ വരും. അതായത് ഇത് മേലോട്ട് പോകുമ്പോൾ മൈനസ് ആയിട്ട് മാറും. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്താ വരിക? 11 റേസ് ടു 1/2 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു 11 റേസ് ടു, ഒന്നുകിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് LCM മെത്തേഡ് ചെയ്യാം, ഏത് വേണമെങ്കിലും ചെയ്യാം. 4 × 1 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത് 4 × 1 4 മൈനസ് 1 × 2 ഈസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 2 × 4 ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യുന്നത് മെത്തേഡ്. 2 × 4 8. ഓക്കെ, അപ്പോൾ എത്ര കിട്ടും? 11 റേസ് ടു 4 മൈനസ് 2 2/8. അതിനൊന്നുകൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 11 റേസ് ടു 1/4. എങ്ങനെയാ? 2ലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, 8നും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. രണ്ടും ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2/2 1 കിട്ടും, 8/2 4 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ കൂടി എന്ത് ചെയ്യാം? ചെയ്ത് ഫിനിഷ് ആക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്?
7 raised to 1/2 into 8 raised to 1/2. ഇവിടെ നോക്കൂ, ഇവിടെ ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ്, പക്ഷേ എക്സ്പൊണൻസ് രണ്ടും സെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഏത് ഫോർമുല നമുക്ക് ഉപയോഗിക്കുക? ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ് അല്ലേ? അപ്പോൾ എ റേസ് ടു പി ഇൻറ്റു ബി റേസ് ടു പി എന്ന് വെച്ചാൽ ഇത് എക്സ്പൊണൻസ് രണ്ടും എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ രണ്ടും പി കൊടുത്തു. ഓക്കെ, അതേസമയം എന്താണ്? ബേസ് രണ്ടും ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ട് ഇവിടെ എയും ബിയും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? എന്താണ് വരുന്നത്? എ ഇൻറ്റു ബി എ ബി ഹോൾ റേസ് ടു പി. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ നേരെ എഴുതാം. 7 ഇൻറ്റു 8 ഹോൾ റേസ് ടു 1/2 ഈസ് ഈക്വൽ ടു 7 8 എത്രയാ? 7 8 56 ഹോൾ റേസ് ടു 1/2 അല്ലേ? അല്ലെങ്കിൽ 56 റേസ് ടു 1/2 എന്ന് കിട്ടി അല്ലേ? ആൻസർ കിട്ടിയില്ലേ? വളരെ സിമ്പിളാണിത്. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഓപ്പറേഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മൾ എക്സസൈസ് 1.5 കഴിഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിലെ എല്ലാ എക്സസൈസും കഴിഞ്ഞു. ഇത് നമുക്ക് വീണ്ടും സെക്കൻഡ് ചാപ്റ്ററിലെ എക്സസൈസുമായി കാണാം. അതുവരെ ബൈ ബൈ.